ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് അനിഖാലിനി എന്ന് പറയുന്ന ഒരാൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് റെസിപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു. സംഭവം എനിക്ക് വിട്ടുപോയി കേട്ടോ, സോറി. അപ്പോൾ വീണ്ടും എന്നോട് ഒന്നും കൂടെ ചോദിച്ചു, റെസിപ്പി ഇട്ടില്ലല്ലോ എന്ന്. അപ്പോഴാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതെന്തായിരുന്നു ഇതാ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എന്തായിരുന്നാലും നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ അത് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലിൻ്റെ പീസൊന്നുമില്ല, വെറും ആ ഒരു മീറ്റ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഒരു പ്രഷർ കുക്കറിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് 6, 7, 8 വിസിൽ കൊടുത്തിട്ട് ആ ഒരു ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. പിന്നെ ഈ ഒരു ടൈപ്പ് പ്രഷർ കുക്കർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് അത്യാവശ്യം കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേരള പ്രഷർ കുക്കറിൻ്റെ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇതിലൊരു 6 കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയതേനെ. പിന്നെ നമ്മളത് വീട്ടിലുണ്ടാക്കി നെയ്യാണ് കേട്ടോ. തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. അങ്ങനെ ഒഴിച്ച് വെച്ചതാണേ. ഇനി നമുക്ക് ആ ഒരു റോസ്റ്റിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ബീഫ് ഒന്ന് വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രഷറിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് കുക്കാവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി സവാളയൊക്കെ ഒന്ന് വഴിച്ചെടുക്കാം. അപ്പോൾ ഞാനത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു സവാള കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വരെയൊക്കെ ആകാം. പിന്നെ വേണ്ടത് നമുക്കൊരു 10 ചെറിയ ഉള്ളിയാണ് കേട്ടോ, തൊലി കളഞ്ഞെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഇഞ്ചി, ചെറിയൊരു പീസാണ് കേട്ടോ. അത്രയും കൂടെ എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് ഞാൻ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് നരി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം ഒരു ഇടിയല്ലോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാൻ അത് ഇടിയല്ലോ ഒന്ന് ഇടിച്ചൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴിച്ചെടുക്കാം. ബീഫിൽ നിന്നുള്ള ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളം നമ്മൾ ഒട്ടും ഒഴിച്ചിട്ടില്ല, എന്നിട്ട് ഇത് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ബീഫ് ഒന്ന് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വേണം. അത് നമുക്ക് ബാക്കി ഒരു പാനിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതാ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ആ ഒരു ബീഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കോട് കൂടി തന്നെ ഞാൻ ഒരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഞാൻ ഇനി ചേർക്കാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ, തികച്ചും ഓപ്ഷനിലാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇത് ചേർക്കണമെന്നും. എനിക്കിതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടില്ല, ടേസ്റ്റ് കുറവായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പൊതുവേ നമ്മളങ്ങനെ സാധാരണ ഇങ്ങോട്ടൊക്കെ അങ്ങനെ അധികം തേങ്ങാക്കൊത്ത് ചേർക്കാറില്ല. എങ്കിലും പക്ഷേ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റുള്ള സംഭവമായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ തേങ്ങാക്കൊത്ത് ഇത് കണക്ക് ചെറുതായിട്ട് സ്ലൈസാക്കിയതാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ജീരകമൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ടാണ് കേട്ടോ. അതിൽ നിന്ന് 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10, 15, 20 മിനിറ്റോളം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു 10, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ടേ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ചെറിയൊരു സവാളയാണ്, അതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10, 15 മിനിറ്റ് വീണ്ടും ഒന്ന് അങ്ങനെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഒരു വെള്ളം ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ചൊന്ന് ഗ്രേവി ടൈപ്പാണ് ആവശ്യമെങ്കിൽ ആ ഒരു വെള്ളം ഇരുന്നോട്ടെ. കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടല്ലോ, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും ഒരു 1-2 ടീസ്പൂൺ മതി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തായാലും വീഡിയോ താമസിച്ചിട്ടേന് സോറി കേട്ടോ. അനഘാലിനി ആളെൻ്റെ അടുത്ത് കുറേ നാളായിട്ട് റെസിപ്പി ചോദിക്കുന്നതാണ്.
ഞാൻ എപ്പോഴും ഈ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് മോളെടുത്താണ് കേട്ടോ എപ്പോഴും ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് പാത്രത്തിലെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അവൾ പറയട്ടെ കഴിച്ച് നോക്കിയിട്ട്. അപ്പോൾ റെസിപ്പി ഓക്കെ ആണേ, അപ്രൂവൽ ആണ് കേട്ടോ, കൊള്ളാമെന്നാണ് മോള് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. അവളാണ് കേട്ടോ ബീഫ് ലവർ ഇവിടുത്തെ. എന്തായാലും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് നല്ല പഞ്ഞി പോലത്തെ പുട്ടും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ പുട്ടും ബീഫ് റോസ്റ്റ് നല്ല കോമ്പിനേഷനാണ്. പൊറോട്ടയാണ് മെയിൻ കോമ്പിനേഷൻ, എങ്കിലും പുട്ടിനും മാച്ചാവും അല്ലേ ഈ ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടും പിന്നെ ഇതാ ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ എന്തായാലും അടിപൊളി റെസിപ്പിയാണ്. അപ്പം ചെയ്തിട്ടില്ല ഇതുവരെ, ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ കൊള്ളാമെന്നുള്ള റെസിപ്പി ഞാൻ എടുത്തെടുത്ത് പറയും നല്ലതാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.